ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. ഇന്നെല്ലാവർക്കും ഞങ്ങളുടെ മുളക് പറിക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മുളക് പറിക്കാനാണ്. പച്ചമുളകാണ് കേട്ടോ. നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് മുളക് പറിക്കാൻ പോകാം. ഇതാണ് ഞങ്ങളുടെ മുളക് ചെടി. 1, 2, 3, 4 ചെടികളാണ് നമുക്ക് മുളകുമായിട്ടുള്ളത്. നമ്മൾ അരിയിട്ട് കിളിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ജോലി എടുത്തിട്ടുണ്ട്. നല്ലപോലെ മുളകൊക്കെ തരുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ ഡെയിലി ഒരു കള്ളൻ വരുന്നുണ്ട് മുളക് പറിക്കാൻ. അത് പൂവിടുമ്പോൾ തന്നെ അതിനെ വന്ന് പറിച്ച് കൊണ്ടുപോകലാണ് ആ കള്ളൻ്റെ സ്ഥിരം പരിപാടി. ഇത് നമ്മുടെ കാന്താരി. നമുക്ക് എല്ലാ തരത്തിലുള്ള കാന്താരികളും ഉണ്ട്. വെള്ളക്കാന്താരി, മറ്റേ ഗ്രീനും റെഡും ആയിട്ടുള്ള കാന്താരി, ചെറിയ കാന്താരി, പിന്നെ നമുക്ക് കുരുമുളക്, എല്ലാ മുളകും നമുക്കുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പച്ചമുളകും കാന്താരിയും പറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ മുളകൊന്നും പറിച്ചുകൊണ്ട് പോകുന്ന ആ കള്ളനെ കാണണ്ടേ, ഒരു കുഞ്ഞിക്കള്ളനാണ്. ആ കള്ളൻ ഇവിടെ വന്നിട്ടുണ്ട് മുളക് പറിക്കാൻ. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ മുളക് പറിക്കുന്ന കള്ളൻ. ഡെയിലി വരും, എന്നിട്ട് എല്ലാ മുളകും പറിച്ചുകൊണ്ട് പോകും. ഇതാണ് ഈ കുട്ടിയുടെ പരിപാടി. എരിയില്ലേന്ന് ചോദിച്ചാൽ അവന് 1 വയസ്സ് തൊട്ടേ ഇവൻ്റെ പരിപാടിയില്ല. ഇപ്പോൾ 2.5 വയസ്സായി. ഇപ്പോഴും ആ പരിപാടി തന്നെയാണ് അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നും വരും, മുളകെല്ലാം പറിക്കും, അവൻ്റെ സൈക്കിളിലിടും, കൊണ്ടുപോകും. ഇപ്പം നേരത്തെ ഈ വലിയ മുളക് പറിക്കില്ലായിരുന്നു, കാന്താരിയേ ഉള്ളായിരുന്നു. ഇപ്പോൾ വലിയ മുളകും പറിക്കാൻ തുടങ്ങി. അത് കുഞ്ഞതാണോ പച്ചയാണോ എന്നൊന്നും അവനറിയില്ല. അവരതെല്ലാം പറിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ നമുക്കിവിടുന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ലേലം വിളിക്കാൻ കൊണ്ടുപോകണം. അതിനു വേണ്ടിയാണ് നമ്മളിന്ന് ഓൾമോസ്റ്റ് എല്ലാ മുളകുകളും തന്നെ പറിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് കണ്ടാലോ? ഓക്കെ, നിങ്ങളുടെ വീടുകളിൽ മുളകുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ട മുളകുകൾ നമുക്ക് 2 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ മുളകും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ എടുക്കുന്നത്. നമ്മളിതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മേടിക്കാതെ കഴിച്ച് കൂട്ടാം. പറമ്പുള്ളതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതാണ്. വീടിനോട് ചേർന്ന് ഒരു 10 സെൻറ്റെങ്കിലും നമുക്ക് വേണം, എങ്കിലേ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിന് സമയം കണ്ടെത്തണം. അയ്യോ, എൻ്റെ കള്ളൻ അവിടെ പോയി. മുളക് പറിച്ചുകൊണ്ടിരുന്ന കള്ളൻ മമ്മി അവിടെ നിന്ന് പറിച്ച് കവറിനകത്തേക്ക് ആക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ഓടിപ്പോയിട്ടുണ്ട്. അവനെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. അവൻ ഏതെങ്കിലും മുളക് ചെടിയുടെ പുറകിലായിരിക്കും. സമയം കിട്ടിയാൽ അപ്പം പുള്ളി ഓടും പറമ്പിലേക്ക് മുളക് പറിക്കാൻ. അവനെ പോയി തപ്പി കണ്ടുപിടിക്കട്ടെ. മോനൂട്ട ഓരോന്നും പറിച്ച് കൈക്കൊണ്ട് തരുന്നുണ്ട്. എന്തെന്നല്ല കച്ച. മൂത്തതൊക്കെ ഏതാന്നൊക്കെ ഇപ്പോൾ നോക്കി പറിക്കാനുള്ളതൊക്കെ അറിയാം കുട്ടിക്ക്. അവൻ ശരിക്കും മുളക് പറിച്ച് തരും. നമുക്കൊരു 1/2 കിലോ മുളകൊക്കെ പറിച്ച് നമുക്ക് കൊണ്ടുതരും. ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ഈ മുളക് പറിക്കൽ. പുള്ളിക്ക് നല്ല ഇഷ്ടമാണ് അത്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെന്ന്. ഇപ്പോഴല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും അവരുടെ ഇഷ്ടത്തിൻ്റെ മുളക്. ഇവരുടെയൊക്കെ വലുതാകുന്ന കാലത്ത് എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഇല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മുളക് പറിക്കട്ടെ. അവനിന്ന് മുളക് പറിക്കാൻ ഇഷ്ടം. എന്നിട്ട് അവൻ കൗണ്ടൊക്കെ ചെയ്യും, 1 2 3 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു എണ്ണാനും തൂക്കാനും ഒക്കെ പഠിക്കട്ടെന്ന് ഞങ്ങളും വെച്ചു. നമ്മുടെ പറമ്പാണ്. ഈ സമയത്ത് വരാമെങ്കിൽ നല്ല കാറ്റും കിളികളും തത്തയൊക്കെ ഉണ്ടാവും. ഈ തത്തയും വന്ന് തിന്നാറുണ്ട് ഈ കാന്താരിയെല്ലാം. നമ്മുടെ പറമ്പിൻ്റെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇഷ്ടംപോലെ മുളക് നിൽപ്പുണ്ട്. കൊച്ചിങ്ങ അറ്റം വരെ വന്ന് പറിക്കാറുമുണ്ട്. പിന്നെ നമ്മുടെ ഒരു മത്തൻ അവിടെ ഇങ്ങനെ വള്ളിയിട്ട് വീശി പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പറമ്പാണ്. ഇത് നമ്മുടെ പാടമാണ്. പാടത്ത് നെല്ലൊക്കെ വിളഞ്ഞ് നല്ല രീതിയിൽ നിൽപ്പുണ്ട്. നല്ല ഭംഗിയായി ഇപ്പോൾ കാണാൻ. പുള്ളി പറിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാതിയൊക്കെ കായ്ച്ചു തുടങ്ങി. നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നുകൊണ്ട് കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ. അപ്പം നമുക്ക് മുളകൊക്കെ പറിച്ചിട്ട് ഇന്ന് നമുക്ക് ലേലം വിളിക്കാൻ കൊടുക്കണം. നമ്മുടെ ഒരു പള്ളിയിലാണ് ലേലം വിളിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള വിലയ്ക്കത് വാങ്ങിച്ചെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കുറേ മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ കണ്ട,
എനിക്ക് തോന്നുന്നു നമ്മൾ തൂക്കിയൊന്നുമില്ല, നമ്മൾ 2 പാക്കറ്റാക്കിയിട്ട് അത് സിപ്പ് കവറിലാക്കിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് മുളക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മുളകൊന്നും സത്യത്തിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടില്ല. അപ്പം നിങ്ങൾ 2 ചെടി വെച്ചാൽ മതി, 4 ചെടിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പാത്രത്തിലാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാമെന്നാണ്. ഇതൊന്നിച്ച് കൊണ്ട് ലേലം വിളിക്കാൻ വെക്കാത്തത്, ഒരു വീട്ടിലേക്ക് ഇത്ര ആവശ്യമില്ലെങ്കിലോ പിന്നെ ഇപ്പോൾ 2 വിളിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 2-3 പാക്കറ്റായിട്ട് വെച്ചത്. കാന്താരി, വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, പച്ചമുളക്, അങ്ങനെയാണ് നമ്മൾ തരം തിരിച്ച് 3-4 പാക്കറ്റാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് DM ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരാം കേട്ടോ.